ചെല്ലാനം പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള തീരപ്രദേശങ്ങളിൽ ശാശ്വത പരിഹാരമായി ടെട്രാപോഡും പുലിമുട്ടും നിർമ്മിക്കണമെന്ന ആവശ്യവുമായി തീരദേശവാസികൾ. നിലവിൽ ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് വരെയാണ് ടെട്രാപോഡും പുലിമുട്ടും കടൽഭിത്തിയും നിർമ്മിച്ചിരിക്കുന്നത്. ADBയിൽ നിന്ന് വായ്പ ലഭിക്കാനുള്ള താമസമാണ് കടൽഭിത്തി നിർമ്മാണം വൈകുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. കണ്ണമാലി തീരപ്രദേശങ്ങളിൽ മഴ കനത്തതോടെ കടലാക്രമണത്തിനെതിരെയുള്ള താൽക്കാലിക പ്രതിരോധ നടപടികൾ അപര്യാപ്തമായിരിക്കുകയാണ്. തീരസംരക്ഷണത്തിനായി പുത്തൻതോടിന് വടക്കോട്ടുള്ള ടെട്രാപോഡ് കടൽഭിത്തി പുലിമുട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചാൽ മാത്രമേ ഈ പ്രദേശത്തെ കടലാക്രമണത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. മതിലെല്ലാം എല്ലാ കംപ്ലീറ്റും പൊട്ടിക്കിടക്കണേ, കല്ലും എല്ലാം താഴ്ത്ത് കിടക്കണേ. ഞങ്ങൾക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. എല്ലാ ദിവസവും കിരണകത്ത് വെള്ളം കയറി കിടക്കും. നിലവിൽ സർക്കാർ നടപ്പിലാക്കുന്ന താൽക്കാലിക പ്രതിരോധ നടപടിയായി പുത്തൻതോട് ബീച്ചിന് വടക്കു മുതൽ മൂർത്തി അമ്പലം വരെയുള്ള പ്രദേശങ്ങളിൽ 961 മീറ്ററാണ് ജിയോ ബാഗ് കൊണ്ടുള്ള താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് തീർത്തും അപര്യാപ്തമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 17-ാം തീയതി മുതൽ ജിയോ ബാഗ് നിർമ്മിക്കുവാനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. താൽക്കാലിക പ്രതിരോധ നടപടികൾ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണെങ്കിലും തീരത്തുടനീളം സംരക്ഷണം നൽകും വിധം ടെട്രാപോഡ് കടൽഭിത്തി പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ പരിഹാരമാകുകയുള്ളൂ എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൊച്ചുങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്തൊരു കഷ്ടമാണ്. എത്ര കൊല്ലമായി ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റണില്ല. ഇതിന് എന്നിട്ട് ആരും ഒന്ന് അന്വേഷിക്കാനും കൂടി വന്നില്ല. ഈ കടലിന്റെ തീരത്തിലൊക്കെ മക്കൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഓർക്കും ഈ വർഷം ഇത് അനുഭവിക്കുമ്പോൾ ഓർക്കും അടുത്ത വർഷം ചിലപ്പോ ഞങ്ങൾക്ക് ഇത് റെഡിയാക്കി തരുമായിരിക്കും. പിന്നത്തെ വർഷവും എല്ലാ വർഷവും ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് പ്രദേശങ്ങൾ വരെയാണ് ടെട്രാപോഡുകൾ ഒരുക്കിയിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളായ പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെ സ്ഥിര ആശ്വാസമെന്നോണം പുലിമുട്ടുകൾ നിർമ്മിച്ചു നൽകണമെന്ന് ജനങ്ങൾ വ്യക്തമാക്കി. മൊത്തം വെള്ളമാണ്, അകത്തൊക്കെ എല്ലാം വെള്ളമാണ്. രാവിലെ കടൽ കയറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മൊത്തം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ ഉറങ്ങാൻ പറ്റില്ല. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇത് തന്നെ ഞങ്ങളുടെ അവസ്ഥ. പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ കടൽഭിത്തിയുടെ നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുവാനും സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കുമോ എന്ന് തീരുമാനിക്കാനും ADB സംഘം ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു. ADBയിൽ നിന്നും വായ്പ ലഭ്യമാകുകയാണെങ്കിൽ ഉടൻ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ വൃത്തങ്ങൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്.